നമസ്കാരം, ഞാൻ ഡോക്ടർ ഗ്രീഷ്മ, ആയുർവേദ കോസ്മെറ്റോളജിസ്റ്റ്, സാറ സ്കിൻ കെയർ. പലരുടെയും സംശയമാണ്, നല്ല ക്രീംസ് ഉപയോഗിക്കുന്നുണ്ട്, ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ട്, എന്നാലും ആക്നെ, പിഗ്മെന്റേഷൻ, ഡാൻഡ്രഫ് ഇതൊക്കെ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. എന്താണ് കാരണം? സ്കിന്നിന്റെ പ്രോബ്ലംസ് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്കിന്നിന്റെ മാത്രം പ്രശ്നം കൊണ്ടല്ല. ഇത് പലപ്പോഴും ഗട്ടിലായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബന്ധത്തിനെയാണ് ഗട്ട് സ്കിൻ ആക്സിസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ നല്ലോണം പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങൾ കഴിച്ചു, പിറ്റേ ദിവസം നമുക്ക് ആക്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പല ഫുഡ് അലർജീസും കാണിക്കുന്നത് സ്കിന്നിലാണ്. ഇതൊക്കെ ഈ ഒരു ബന്ധത്തിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഇൻഡസ്റ്റൈനിൽ ട്രില്യൺസ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. ഇതിനെയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. ഇത് നല്ല ബാക്ടീരിയ ആണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ ആണ്. ഇത് ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇത് നമ്മളെ സഹായിക്കുന്നത് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹോർമോൺസിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗട്ട് അഥവാ വയറിന്റെ ആരോഗ്യം ഹെൽത്തി ആണെങ്കിൽ സ്കിന്ന് കാം ആയിട്ടിരിക്കും. എന്നാൽ ഗട്ട് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ സ്കിന്നിൽ അത് ഇറിറ്റേറ്റഡ് ആയിട്ട് കാണിക്കും. ഗട്ട് ഡിസ്റ്റർബ്ഡ് ആയാൽ അത് നമ്മുടെ ദഹനത്തെയും ബാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളുടെ ആഗിരണം തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചർമ്മത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് എ, സി, ഡി, ഇ പോലുള്ള വൈറ്റമിൻസ്, സിങ്ക് പോലുള്ള ധാതുക്കളുടെയൊക്കെ ആഗിരണം തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മുടെ ഗട്ടിലെ മൈക്രോബയോം അതായത് ഗുഡ് ബാക്ടീരിയന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇതിനാണ് ഡിസ്ബയോസിസ് എന്ന് പറയുന്നത്. അത് ശരീരത്തിലെ ബാഡ് ബാക്ടീരിയ കൂട്ടും. നമ്മുടെ ഇൻഡസ്റ്റൈനിന്റെ കുടലിന്റെ വോൾസ് ഒക്കെ വീക്ക് ആവും. പിന്നെ ലീക്കി ഗട്ട് എന്ന് പറയുന്നത് ടോക്സിൻസ് ഒക്കെ ബ്ലഡിലേക്ക് എൻ്റർ ആവും. അങ്ങനെ നമ്മുടെ ശരീരം അത് പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത് സ്കിന്നിലൂടെയാണ്. അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് സ്കിൻ ഡിസീസ് ഉണ്ടാവുന്നത്. ഇത് ചിലപ്പോൾ ആക്നെ ആയിട്ട് കാണിക്കാം, പ്രത്യേകിച്ച് ജോ ലൈനിലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആക്നെ ആയിട്ട് കാണിക്കാറുണ്ട്. അതുപോലെ ഡാൻഡ്രഫ് പലപ്പോഴും സ്കാൽപ്പിന്റെ ഒരു പ്രോബ്ലം മാത്രമല്ല, ഗട്ടിന്റെ പ്രോബ്ലം കൊണ്ടും വരാറുണ്ട്. അതുപോലെ എക്സിമ അല്ലെങ്കിൽ സ്കിൻ അലർജി, റെഡ്നെസ്, റോസേഷ്യ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മാറാത്ത പിഗ്മെന്റേഷൻ. ക്രീംസ് എന്തെങ്കിലും തേക്കുമ്പോൾ ചിലപ്പോൾ ഒരു ടെമ്പററി റിലീഫ് ഉണ്ടാവുമെങ്കിലും വീണ്ടും വീണ്ടും വരുന്നൊരു പിഗ്മെന്റേഷൻ, ഇങ്ങനെയൊക്കെ സ്കിന്നെ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ഗട്ട് ഹെൽത്തി അല്ല നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? അതിന് കുറച്ച് സിംറ്റംസ് ഉണ്ട്. അതുണ്ടെങ്കിൽ ഗട്ടിന്റെ ഇൻവോൾവ്മെന്റ് ഓൾമോസ്റ്റ് ഷുവർ ആണ്. അതിലൊന്നാണ് അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ഞെരിച്ചില്, ബ്ലോട്ടിങ് വയറ് വീർക്കല്, മലബന്ധം അല്ലെങ്കിൽ മോഷൻ കറക്റ്റ് അല്ലാതിരിക്കുക, നാക്കൊക്കെ കോട്ടഡ് ആയിട്ടിരിക്കുക, ഉറക്കം തൂങ്ങല് പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിൽ, ഷുഗറിനോട് അമിതമായിട്ടുള്ള ക്രേവിങ്സ്, ഫാസ്റ്റിംഗ് ചെയ്താൽ ചിലപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ കുറവായിട്ട് തോന്നാം. അതുപോലെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അത് മാറാതിരിക്കുക അല്ലെങ്കിൽ വീണ്ടും വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഗട്ടിന്റെ ഇൻവോൾവ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഗട്ട് ബാക്ടീരിയനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. വിശപ്പില്ലാതെ തന്നെ ഭക്ഷണം കഴിക്കാം, ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്കിങ്, അമിതമായിട്ട് ബേക്കറി പ്രോഡക്ട്സ്, അതുപോലെ വയറ് നല്ലോണം നിറയുന്നവരെ ആഹാരം കഴിക്കുക, ലേറ്റ് ആയിട്ട് ഡിന്നർ കഴിക്കുക, അമിതമായിട്ട് പ്രോസസ് ചെയ്ത ആഹാരങ്ങൾ, ഫ്രൈ ചെയ്ത ആഹാരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതൊക്കെ ഗട്ടിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് വെറുതെ കുറെ ക്രീംസ് പുറത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അത് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. ഗട്ട് പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ്, വയറിന്റെ ആരോഗ്യം പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഗട്ട് പ്രോപ്പർ ആക്കിയാൽ സ്കിന്ന് സ്റ്റേബിൾ ആവുകയും ട്രീറ്റ്മെന്റിനോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. ഇവിടെ വീണ്ടും വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വിശപ്പുള്ളപ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക, ഇടയ്ക്കിടയ്ക്കുള്ള ഈ സ്നാക്കിംഗ് ഒഴിവാക്കുക, 2 മീൽസ് തമ്മിൽ 4 മണിക്കൂറിനെങ്കിലും ഗ്യാപ്പ് വെക്കാം. ഡിന്നർ നേരത്തെ കഴിക്കാനും ലൈറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കാം. ഒരു 7:30 മുമ്പെങ്കിലും ഡിന്നർ കഴിക്കാൻ ശ്രമിക്കാം. അമിതമായിട്ടുള്ള ഷുഗർ, പ്രോസസ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ ഒഴിവാക്കാം. സമ്മർദ്ദം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് പ്രാക്ടീസസ് ഒക്കെ ചെയ്യാം. അമിതമായിട്ട് ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് ഗട്ട് മൈക്രോബയോമിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആന്റിബയോട്ടിക്സ് എടുക്കാം. ഡൈജഷൻ കുറവാണ്, വിശപ്പ് കുറവാണ്, മലബന്ധം ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ട്രീറ്റ് ചെയ്യണം. ആവശ്യത്തിന് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാറ്റി മാറ്റി ക്രീംസ് ഉപയോഗിക്കാതെ വയറിന്റെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് വിലയിരുത്തുക. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്